ഇനി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നൊരു ചോദ്യം വളരെ കാര്യമായിട്ട് ചർച്ചയാകുന്നുണ്ട്, ആരായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതുമായി ഈ ഒരു അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ചുള്ള തീരുമാനം വൈകുകയാണ്. ഇതുവരെ ഒരു ധാരണയും ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അധ്യക്ഷനില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അഭിപ്രായപ്പെടുന്നുണ്ട്. അബിൻ വർക്കിക്കായും അതേപോലെ കെ എം അഭിജിത്തിനും ബിനു ചുള്ളിയിലുമായിട്ടും ഒക്കെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അമൽ തേനമ്പറമ്പിൽ നൽകും. അമൽ, ഈ ആരാകും അധ്യക്ഷൻ എന്നുള്ള ഒരു ചോദ്യം തുടങ്ങിയിട്ട് കുറച്ച് നാൾ ആയി. ആരായിരിക്കും എന്നത് ഇപ്പോഴും ശൂന്യതയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അധ്യക്ഷനില്ലാതെ മുന്നോട്ട് പോകുന്നതും വലിയ കഷ്ടമായിരിക്കും അല്ലേ? ഗുഡ് മോർണിംഗ് ജയലക്ഷ്മി. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുൽ രാജിവെച്ചിട്ട് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. പക്ഷേ പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല. രാഹുൽ മാറും എന്നുള്ള ഒരു തീരുമാനം വന്നപ്പോൾ തന്നെ പുതിയ അധ്യക്ഷനെ ചൊല്ലിയുള്ള ചർച്ചകൾ തുടങ്ങിയതാണ്. പക്ഷേ ചർച്ച എവിടേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിരവധി വിഷയങ്ങൾ സജീവ ചർച്ചയിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഒരു പ്രതിപക്ഷ യുവജന സംഘടന സംസ്ഥാന അധ്യക്ഷനില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനൊരു ഏകീകൃത സ്വഭാവമോ അല്ലെങ്കിൽ ഒരു നേതൃത്വമോ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാകും അധ്യക്ഷൻ എന്നുള്ള ചർച്ച ഇങ്ങനെ നിൽക്കുമ്പോൾ ആരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്തേക്ക് വരുന്നില്ല. പല സമരങ്ങളും പലയിടങ്ങളിലായി നടന്നു പോകുന്നു. ഈ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സമരങ്ങൾ നടക്കുന്നുണ്ട്. നാളെയും തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ പരിപാടിക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതെയാണ് ഇപ്പോഴും ആ യുവജന സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഒരു പുതിയ അധ്യക്ഷനെ കണ്ടെത്തണം എന്നുള്ള ആവശ്യമാണ് നേതാക്കൾക്കിടയിൽ പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇത് സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. രാഹുൽ ഗാന്ധി ബീഹാറിൽ യാത്ര നടത്തുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ചർച്ചകൾക്കൊക്കെ ചില പരിമിതികളുണ്ട് എന്നുള്ളതായിരുന്നു നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ യാത്രയൊക്കെ അവസാനിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അടക്കം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ അപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. പലരുടെയും പേര് സജീവ ചർച്ചയിലേക്ക് വരികയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് തേടി സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ തന്നെ പരിഗണിക്കണം, അല്ലെങ്കിൽ അതൊരു സ്വാഭാവിക നീതി ആവില്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. രമേശ് ചെന്നിത്തലയുടെ പൂർണ്ണ പിന്തുണ അബിനുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ പുനഃസംഘടനയിൽ മാറ്റി നിർത്തപ്പെട്ട മുൻ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഭിജിത്തുണ്ട്. അഭിജിത്തിന് വേണ്ടി എ ഗ്രൂപ്പ് സജീവമായി തന്നെ രംഗത്തിറങ്ങുന്നു. അതോടൊപ്പം തന്നെ ബിനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ആവശ്യവുമായി KC വേണുഗോപാൽ വിഭാഗവും സജീവമായി തന്നെ രംഗത്തുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഒറ്റ പേരിലേക്ക് OJ ജനീഷ് അടക്കമുള്ള മറ്റു പേരുകളും സജീവ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷേ ഒറ്റ പേരിലേക്ക് എത്താൻ ഇതുവരെയും നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശരി.